കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഐതിഹാസികമായ ഒരു വിജയം ഇടതുപക്ഷത്തിന് സമ്മാനിച്ചപ്പോൾ ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയ നാടാണ് പാലാ. പക്ഷെ അതുകൊണ്ട് സംഭവിച്ചതെന്താണ്? നിങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം കേരള നിയമസഭ രേഖകൾ പരിശോധിച്ചാൽ കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഉണ്ടല്ലോ 140. പക്ഷെ ആ 140 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിയമസഭയിൽ ശബ്ദം നഷ്ടപ്പെട്ട ഒരു നാടായിരുന്നു പാലാ എന്ന് കാണാൻ. ശബ്ദമില്ലാത്ത ഒരു നാട്. ഈ നാടിന് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ടായിരുന്നു? ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ആക്രമിക്കാനോ ഉദ്ദേശിക്കുന്നു. പക്ഷെ സത്യമാണ്. കേരള നിയമസഭയിൽ അനാഥമാക്കപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു പാലാ. അവരുടെ നാടാണോ പാലാ? കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു നാട്. അതിനെ സംബന്ധിച്ച് ഇവിടെ ബഹുമാനായ ജോസ് കെ മാണി ചില കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നാട് അനാഥമാക്കപ്പെട്ടു. ചോദിക്കാനും പറയാനും ആളില്ലാതെ പോയി. കേരളം വികസനത്തിന്റെ വ്യോമപഥങ്ങളിലേക്ക് ചുവട് വയ്ക്കുമ്പോ, പറന്നുയരുമ്പോ അവകാശപ്പെട്ടത് ചോദിക്കാൻ, വാങ്ങിക്കാൻ, അതിനുവേണ്ടി ശബ്ദമുയർത്താൻ, നിയമസഭയിൽ പൊരുതാൻ, ഒരു സാന്നിധ്യമാവാൻ പോലും ആളില്ലാതെ പോയ ഒരു നാടാണ്. കയ്യബദ്ധം പറ്റാനുള്ള സ്വാഭാവികമാണ്. പക്ഷേ ആ പശ്ചാത്തലം തിരുത്താനുള്ള അവസരമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിശകുകൾ തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അനാഥത്വം അനുഭവിക്കുന്ന ഒരു നാട് സനാഥമായി മാറാനുള്ള ഒരു അവസരമാണ്. കഴിഞ്ഞ തവണ ബഹുമാനായ ജോസ് കെ മാണി ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലോ, ഭരണ നേതൃത്വത്തിന്റെ ഭാഗമായി മാറുമ്പോ ഈ പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഇവിടുത്തെ 10,000 വരുന്ന മനുഷ്യർക്കും എത്രമാത്രം നേട്ടമാകുമായിരുന്നു, മുതൽക്കൂട്ടാകുമായിരുന്നു. ഈ നാടിന്റെ വികസന യാത്രയിൽ എത്ര വലിയ നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അതില്ല. അത് തിരുത്താനുള്ള അവസരമാണ്. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിന്റെ തിളക്കം കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ്, പാലായ്ക്ക് എക്കാലം മനസ്സിന്റെ ഉള്ളറകളിൽ ഒരു മയിൽത്തീനി തുണ്ടുപോലെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇത്തവണ പാലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ 2026 പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന, ഇടതുപക്ഷത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മഹാവിജയമായി മാറും എന്ന കാര്യത്തിൽ സംശയം.